സൂര്യൻ ഉച്ചയിൽ വന്ന് ഉദിച്ചിട്ടുണ്ടാകുന്ന കരിവാളിപ്പ് പോലും ഈ ഒരൊറ്റ പാക്ക് കിട്ടിയിട്ട് നമുക്ക് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ സ്കൂളിൽ നിന്ന് പാരൻസ് മീറ്റിംഗ് ആയിരുന്നു. അപ്പോൾ അതിന് പോയിട്ട് തട്ടാപ്പറ വെയിലത്താണ് കേട്ടോ വന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചിരുന്നൊരു സൺ ടാൻ റിമൂവിങ് ആയിട്ടുള്ള ഈസി ആയിട്ട് വളരെ മിനിമൽ ഇൻഗ്രീഡിയൻസ് വെച്ച് ചെയ്യാൻ പറ്റുന്നൊരു പാക്ക് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇന്ന് രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചിട്ട് നമുക്ക് എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള 2 പ്രൊഡക്റ്റാണ് കേട്ടോ ഞാൻ ഇന്ന് ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നോക്കിയിട്ട് വരാം. ഞാൻ നേരത്തെ പറഞ്ഞ 2 ഇൻഗ്രീഡിയൻസ് മാത്രമാണ് ഈ ഒരു പാക്കിന് വേണ്ടത്. അപ്പോൾ അതിന് വേണ്ടി ക്ലീൻ ആയിട്ടുള്ള ഒരു ചെറിയ ബൗൾ മതിയിട്ട്, ബൗൾ മതിയിട്ടാം. അപ്പോൾ അതിലോട്ട് ഒരു 2 ചെറിയ സ്പൂണ് കടലമാവ്, നമ്മളെ കടലപ്പൊടി ഉണ്ടല്ലോ, കടലപ്പരിപ്പ് പൊടിച്ചിട്ടുള്ള പൊടി, അതിലോട്ട് ഒരു വലിയ തക്കാളിയാണ് കേട്ടോ എടുക്കുന്നത്. ഈ രണ്ട് ഇൻഗ്രീഡിയൻറ്റ് മാത്രം മതി നമ്മുടെ സ്കിന്നിലുണ്ടാക്കുന്ന ഇത്ര വലിയ കരിഞ്ഞ സൺ ടാൻ ആയാലും സൺ ബേൺ ആയാലും പുറത്താക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ തക്കാളിയുടെ ഉള്ളിലത്തെ പൾപ്പാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അതിൽ കുരുവൊക്കെ കളയണമെന്നൊന്നുമില്ല, കുരുവൊക്കെ അടക്കം എടുക്കാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇതൊന്ന് സ്ക്വീസ് ചെയ്തൊന്ന് ഉടച്ച് കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് ഇതിൻ്റെ കുരു കിട്ടേ. ഇനിയിപ്പോൾ എടുത്ത് കഴിഞ്ഞിട്ടും ഇനി കുറച്ചും കൂടി ജ്യൂസ് വേണമെന്നുണ്ടെങ്കിൽ ഇതൊന്ന് കൈ കൊണ്ട് ഇങ്ങനെ ഉരുട്ടി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലത്തെ ഫുൾ പൾപ്പ് നമുക്ക് കിട്ടാൻ വേണ്ടി പറ്റും. അപ്പോൾ തക്കാളിയിലുള്ള ആ ഒരു കണ്ടന്റ് എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിനെ ഒന്ന് ബ്രൈറ്റൻ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു വൈറ്റമിൻ സി ആണ് കേട്ടോ ഉള്ളത്. അതുപോലെ തന്നെ കടലമാവെന്ന് പറയുമ്പോൾ നമ്മുടെ സ്കിന്നുണ്ടാകുന്ന റിങ്കിൾസ്, ഫൈൻ ലൈൻസ് ഒക്കെ കുറയ്ക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന, അതുപോലെ തന്നെ ചെറിയ രീതിയിലുണ്ടാകുന്ന ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ് ഒക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഇത്രയും മാത്രം മതി. ഇനിയിപ്പോൾ നിങ്ങൾക്ക് തക്കാളിയുടെ നീരിത്തിരി കുറവുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പച്ചപ്പാൽ ആഡ് ചെയ്യാവുന്നതാണ് കേട്ടോ. ആക്ച്വലി ഇത്രയ്ക്ക് തന്നെ മതി. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വരുമ്പോൾ ആദ്യം തന്നെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഇത് തികയില്ല, പോരാന്നൊക്കെ തോന്നുമായിരിക്കും. പക്ഷേങ്കിൽ നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തത് വരും കേട്ടോ. ഈ തക്കാളിയുടെ ഈ കുരുവിലുള്ള ഈ സംഭവമൊക്കെ ഒന്ന് മെൽറ്റ് ചെയ്ത് വരും. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു അടിപൊളി പാക്ക് നമുക്ക് ആഴ്ചയിൽ 2-3 തവണ സ്കിന്നിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. നിങ്ങൾ കരിഞ്ഞ വെയിലത്ത് പോയിട്ട് വന്നിട്ട് ഇതൊന്ന് ഇട്ട് നോക്കിയാൽ മതി. നല്ലൊരു കൂളിംഗ് ഇഫക്റ്റ് ആണ്. അതുപോലെ തന്നെ നല്ലൊരു സൺ ടാൻ റിമൂവിങ് പാക്കും കൂടിയാണ്. ഇൻസ്റ്റൻറ്റ് സൺ ടാൻ റിമൂവിങ് പാക്ക് എന്നൊക്കെ നമുക്ക് ഇതിനെ വിളിക്കാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ ഞാൻ കടലമാവ് സൂക്ഷിച്ച് വെക്കുന്നത് ഫ്രീസറിലാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ലൊരു തണുപ്പുണ്ടായിരുന്നു. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കടലമാവൊക്കെ വാങ്ങിയിട്ട് പുറത്ത് വെക്കുമ്പോൾ പെട്ടെന്ന് വന്ന് കേടുവന്നൊക്കെ പോകുന്നുണ്ട്, അങ്ങനെയൊക്കെ ഒരു പേടിയുന്നുണ്ടെങ്കിൽ ഒരു ചെറിയൊരു ടിന്നിൽ എയർ ടൈറ്റ് കണ്ടെയ്നറിലായിട്ട് ഫ്രീസറിൽ കീപ്പ് ചെയ്യാവുന്നതാണ്. ഞാൻ അങ്ങനെയാണ് ചെയ്യാറുള്ളത്. എന്നാലും എൻ്റെ എക്സ്പയറി ഡേറ്റ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി. യാതൊരു തരത്തിലുള്ള ഇൻഫെക്ഷൻസോ ഫംഗൽ ഇൻഫെക്ഷൻസോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഈ കടലമാവിൽ ഫ്രീസറിൽ വെക്കുന്ന സമയത്ത് ഉണ്ടാവുന്നില്ല കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ വന്ന് ചെള്ളൊക്കെ വന്ന് നമ്മുടെ കടലമാവ് ആകെ പൂത്ത് കേടാവാനായിട്ട് ചാൻസ് ഉണ്ട്. പിന്നെ നമ്മൾ ഈ പാക്ക് അപ്ലൈ ചെയ്യണതിന് മുന്നേ ഫേസ് നന്നായിട്ട് ക്ലീൻ ആയിട്ട് കഴുകിയിട്ടുണ്ടാവണം. ഒന്ന് ചെറിയൊരു നനവ് വേണം കേട്ടോ. അല്ല, ഞാൻ അതിന് വേണ്ടിയിട്ടാണ് ഒരു കോട്ടൺ പാഡ് അല്ലെങ്കിൽ നമ്മുടെ ആ റിമൂവിങ് പാഡ് ഒന്ന് നനച്ചിട്ട് തുടച്ചെടുത്തത് കേട്ടോ. ഒരു ചെറിയ ഈർപ്പത്തോടു കൂടി നമ്മൾ ഇത് ചെയ്യുമ്പോഴാണ് ഇതിൻ്റെ യഥാർത്ഥമായിട്ടുള്ള റിസൾട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഇത്രയ്ക്ക് അങ്ങോട്ട് റിസൾട്ട് ഉണ്ടാവില്ല. കാരണം വെറ്റായിട്ടുള്ള ഒരു ഫേസിലാണ് ഇത് അപ്ലൈ ചെയ്യേണ്ടത്.